അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫ പറയുന്ന സംഗതി, ഇന്ന് നിലവിലുള്ള ഇസ്ലാം അത് ശരിയായ ഇസ്ലാമല്ല. ഇന്ന് നിലവിലുള്ള ശരീഅത്ത് അത് ശരിയായ ഖുർആനിക ശരീഅത്തല്ല. ഇന്ന് നിലവിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒന്നുമല്ല എന്നാണ്. എങ്കിൽ പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ശരിയായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എവിടെ നിന്നാണ് കിട്ടുക? മുസ്തഫ പറയുന്നത് അഹ്ലുസുന്നത്ത് ലോകത്ത് ഇന്ന് നിലവിലുള്ള സുന്നികളും ഷിയകളുമായിട്ടുള്ള ഈ രണ്ട് വിഭാഗവുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ അവർ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ഒരു ശരീഅത്തും നിലവിലില്ല, ഒരു ഇസ്ലാം നിലവിലില്ല എന്ന് പറയുന്നത് പിന്നെ തീർത്തും അബദ്ധമാണ്. മാത്രമല്ല, മുസ്തഫ തൻ്റെ ഒരു വാദഗതി മാറ്റിയോന്നും അദ്ദേഹം പറയേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് പേര് മതത്തിൻ്റെ പേരല്ല എന്നും അത് അനുസരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിന് വിധേയപ്പെടുന്ന ആരുടെയും ആ അനുസരണത്തെ ഇസ്ലാം എന്ന് പറയാമെന്നും അവരൊക്കെ മുസ്ലിങ്ങളാണെന്നുമാണ് മുസ്തഫ നേരത്തെ വാദിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഇപ്പോഴും ഉണ്ട്, അത് മാഞ്ഞുപോയിട്ടൊന്നുമില്ല. ഇത് അദ്ദേഹം തിരുത്തിയോ എന്നുള്ളത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. രണ്ടാമത്തത്, ഇനി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം, ശരീഅത്ത്, അതുപോലെ തന്നെ ശരിയായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാണാവോ കിട്ടുക? സുന്നികൾ കൊണ്ട് നടക്കണ ഏതായാലും പിന്നെ ഇസ്ലാമിൻ്റെതല്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷിയകൾ കൊണ്ട് നടക്കുന്നതാണോ അത് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല. എന്താണ് ആ ധൈര്യക്കേടിന് കാരണം എന്ന് നമുക്കറിയില്ല. ഇസ്ലാമിനെ എങ്ങനെയൊക്കെ തള്ളിപ്പറയുന്ന ഒരാൾക്ക് ഷിയകൾ കൊണ്ട് നടക്കണതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് തന്നെ നഷ്ടമൊന്നും സംഭവിക്കാനില്ല. അതിനും കിട്ടും കുറച്ച് ആളുകളെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് തുറന്ന് പറയില്ല. അപ്പോൾ പിന്നെ എവിടെ നിന്നാണോ ഇത് കിട്ടുക? അതിനുള്ളൊരു ശ്രമമായിരിക്കാണല്ലോ മുസ്തഫ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ കൂരിരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്നത് പോലെ മുസ്തഫ എവിടെ തപ്പിയിട്ടാണ് ഇത് എടുക്കുക എന്നത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ എന്തായിരുന്നാലും ഇസ്ലാം ശരിയായിട്ട് കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും തന്നെ അനുയായികൾക്കും കിട്ടൂല. അപ്പോൾ അനുയായികളോട് അദ്ദേഹം പറയാതെ പറയുന്നത് എന്താണ്? ഈ ഇസ്ലാമിൽ നിന്നൊന്നും പറയുന്ന ഒന്നുമല്ല, ഇതൊക്കെ വെറുതെ ഒരു വാദഗതി മാത്രമാണ്. പണ്ട് ചേകനൂർ പറഞ്ഞിട്ടുള്ള സംഗതിയുണ്ട്. ആ വഴിയാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഇവിടെ പിന്തുടരുന്നത്. ഇസ്ലാമിൻ്റെ പിന്നെ ഹദീസ് സംബന്ധമായിട്ടുള്ള സംഗതികളെയൊക്കെ, അതുപോലെ ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾ ഇതിനൊക്കെ എതിർത്ത് പറഞ്ഞപ്പോൾ അന്ന് ശേഖരനോട് പിന്നെ കേരളത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ, മുസ്ലിം സമൂഹത്തിൽ പിറന്നിട്ടുള്ള എന്നാൽ മുസ്ലിമാണെന്ന് പറയാൻ മടി കാണിക്കുന്ന, അറച്ചു നിൽക്കുന്ന ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, ജഗനൂരിനോട്, എന്നാൽ പിന്നെ താങ്കൾക്ക് ഇതങ്ങ് തുറന്ന് പറയരുതോന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിന് സമയമായില്ല. അപ്പോൾ ഈ സമീപനം തന്നെയാണ് ഇവിടെ മുസ്തഫയും പിന്തുടരുന്നത്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നൊന്നും സംഗതിയില്ല, ഇതൊക്കെ വെറും പൊണ്ടയാണ്. എന്നാൽ പിന്നെ അത് തുറന്ന് പറയരുതോ എന്ന് ചോദിച്ചാൽ അതിന് സമയമായിട്ടില്ല എന്നുള്ളതിനാണ് മുസ്തഫയുടെയും പിന്നെ സമീപനം. പക്ഷേ അത് അദ്ദേഹത്തോട് ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അദ്ദേഹം തുറന്ന് പറയാത്തത്. മാത്രമല്ല, അദ്ദേഹം ആരുമായി ബന്ധപ്പെടുന്നു എന്നത് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്ന സത്യവിശ്വാസി, സാമാന്യ ബുദ്ധിക്ക് വിശ്വാസിയാവണമെന്നൊന്നുമില്ല, ഒരു സാമാന്യ ബുദ്ധിക്ക് മനുഷ്യന് ബോധ്യമാവുന്നൊരു സംഗതി, അദ്ദേഹത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത് നാസ്തികന്മാർ, യുക്തിവാദികൾ, ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുന്ന ജബ്ബാർ, ലിയാക്കത്ത്, ആരിഫ് ഹുസൈൻ പോലുള്ള ആളുകളോടും പിന്നെ സംഘപരിവാർ ആ ഗണത്തിൽപ്പെട്ട ആളുകളോടുമൊക്കെയാണ്. അവരുമൊക്കെ ആയിട്ട് നല്ല സൗഹൃദം പുലർത്തിയിട്ട് അവർക്കൊക്കെ വേണ്ടി ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും എന്നാൽ മുസ്ലിങ്ങളെ അകറ്റി നിർത്തി അവരോട് ഒരു സൗഹൃദവും പുലർത്താതെ മാറി നിന്നുകൊണ്ട് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കാണിക്കാനുള്ള, ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്
മുസ്തഫയെ കൊണ്ടാടുന്നത് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മുസ്തഫയുടെ ഇത്തരത്തിലുള്ള വാചാട്ടോപ്പങ്ങൾക്ക് യാതൊരു വിലയില്ല എന്നതാണ് അവസ്ഥ. ഇനി മുസ്തഫ വ്യക്തമാക്കേണ്ട ചില സംഗതികളുണ്ട്. ഈ ശരീഅത്തും ഇസ്ലാമും അനുഷ്ഠാനങ്ങളും ഒന്നും യഥാർത്ഥ ഇസ്ലാമിക ശരീഅത്തല്ല, ഇസ്ലാമിക അനുഷ്ഠാനമല്ല, ഇസ്ലാം തന്നെയുമല്ല എന്ന് പറയുന്ന അദ്ദേഹം കൊണ്ടു നടക്കുന്ന, മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്ന ചില അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ അദ്ദേഹം ഇപ്പം കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്? അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് ഒന്ന്, അദ്ദേഹം നടത്തുന്ന ഖുതുബ എന്ന പേരിൽ അദ്ദേഹം നടത്തുന്ന ഈ പ്രസംഗം. ഇത് അദ്ദേഹം ഏതോ റൂമിൽ വെച്ചായിട്ട് ആളുകൾക്ക് ജുമാസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അതല്ല, ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഖുതുബ എന്ന പേരിൽ നടത്തുന്ന ഒരു കോപ്രായമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്തായിരുന്നാലും ഖുതുബ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. അപ്പോൾ ഈ ഖുതുബ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ ഖുതുബ രണ്ടേൽക്കേ കിട്ടാൻ സാധ്യതയുള്ളൂ. ഒന്നുകിൽ അത് സുന്നികളിൽ നിന്ന് സ്വീകരിച്ചു, അതാണെങ്കിൽ മുആവിയ ഉണ്ടാക്കിയ മതമാണ്, ഇസ്ലാമല്ല, ഇസ്ലാമിൻ്റെ ശരീഅത്തല്ല, ഇസ്ലാമിൻ്റെ അനുഷ്ഠാനമല്ല. അതല്ലെങ്കിൽ അദ്ദേഹം ഷീകളിൽ നിന്നായിരിക്കണം അത് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് അത് തുറന്ന് പറയാൻ പറ്റണം, ഞാനിത് ഷീകളിൽ നിന്നാണ്, ഷീകളുടെ ഇസ്ലാമാണ് ശരിയായ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായിട്ടുള്ള ഇസ്ലാം, ശരീഅത്ത്, അനുഷ്ഠാനങ്ങളൊക്കെ ഷീകളുടേതാണ് എന്ന് അദ്ദേഹം പറയണം. അതിനും അദ്ദേഹത്തിന് ധൈര്യമില്ല. അതല്ലെങ്കിൽ താൻ ഇങ്ങനെ മനസ്സിലാക്കി എന്ന് അദ്ദേഹം പറഞ്ഞാലോ അതിവിടെ അംഗീകരിക്കേണ്ട ബാധ്യത ആയിരിക്കില്ല. തനിക്ക് മാത്രം ഒരു സംഗതി മനസ്സിലാവാനുള്ള ഉണ്ടാകാൻ പാടില്ലല്ലോ. അതും സമൂഹം നിലനിർത്തി പോരുന്ന ഒരു സംഗതിയുമായി അതേ രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട്. ഇനി ഖുർആനിൽ അങ്ങനെ വല്ല പരാമർശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം ഖുർആനിൽ ജുമുഅയെപ്പറ്റി, വെള്ളിയാഴ്ച ജുമുഅയെപ്പറ്റി ഒരു സ്ഥലത്ത് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അത് സൂറത്ത് ജുമുഅയിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വെള്ളിയാഴ്ച ബാങ്ക് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് പെട്ടെന്ന് പോകണം, കച്ചവടം ഒഴിവാക്കണം, വദറുൽ ബൈ. ഈ ദിക്ർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അതിന് വല്ല വിവരണവും എവിടെയെങ്കിലും ഉണ്ടോ? ഖുർആനിലേതായാലും ഇല്ല. ഹദീസാണെങ്കിൽ സ്വീകാര്യമല്ല. എന്നാൽ പിന്നെ അത് സാധാരണ ഹദീസുകളൊക്കെ ഉള്ളതാണ് എന്നാണെങ്കിൽ പിന്നെ അവിടെ മുസ്തഫ വ്യക്തമാക്കേണ്ട കാര്യം ഈ ഹദീസ് മാത്രം സ്വീകരിക്കാൻ, ഇത് ബുഖാരിയും മുസ്ലിമും അതുപോലുള്ള ആളുകളൊന്നും ഗൂഢാലോചനയുടെ ഫലമായിട്ട് എഴുതിയുണ്ടാക്കിയതല്ല എന്നും ഇതൊക്കെ ശരിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച് വന്നിട്ടുള്ളതാണ് എന്നും പറയാനുള്ള ഞാൻ എന്താ? മാത്രമല്ല, ഒരു വിഭാഗം ആളുകൾ അവർ മറ്റാർക്കോ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ട് ഹദീസ് കെട്ടിണ്ടാക്കുന്നവരാണെങ്കിൽ അവരുടെ ഈ ഹദീസ്, അവരുദ്ധരിച്ച ഇത്തരം ഹദീസുകളെങ്ങനെ സ്വീകാര്യമാവാം? ഇതവർ കെട്ടിണ്ടാക്കിയതല്ലാതെ എങ്ങനെ പറയാം? അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഈ ഒരു ഖുതുബ എന്ന് പറയുന്ന ഈ കോപ്രായത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് തെളിവില്ല എന്ന് തോന്നുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം ഈ ഖുതുബ നടത്തുമ്പം തന്നെ 2 ഖുതുബ നടത്തുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഖുതുബ എവിടുന്ന് കിട്ടിയതാണ്? ഖുതുബ തന്നെ ഇല്ലെങ്കിൽ പിന്നെ 2ൻ്റെ പ്രശ്നം വരുന്നില്ല. അതേപോലെ തന്നെ ഖുതുബയ്ക്ക് ഇടയിൽ ഇരിക്കുക എന്നുള്ളതിൻ്റെ പ്രശ്നം വരുന്നു. ഇതും നിലവിലുള്ള ഇസ്ലാമിൽ ശരീഅത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഇതിനെന്താണ് അദ്ദേഹത്തിന് തെളിവ്? അതെവിടുന്ന് കിട്ടി? അതും മുസ്ലിം സമൂഹം കൊണ്ടുനടക്കുന്നതാണെന്നാണെങ്കിൽ ഈ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞത് മുആവിയൻ ശരീഅത്തുമായിട്ട് മുആവിയൻ്റെ അനുയായികളായിട്ട് മാറിയിട്ടുള്ള സമൂഹമല്ലേ. അതെങ്ങനെയാണ് മുസ്തഫയ്ക്ക് സംഗതമാവുക, അംഗീകാരയോഗ്യമാവുക? ഇതിന് അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം രണ്ടാം ഖുതുബയുടെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുന്ന ഒരു സലാത്തുണ്ട്. ആ സലാത്ത് കേട്ടാൽ തന്നെ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ അങ്ങനെ വഴിഞ്ഞൊഴുകണമായിട്ട് തോന്നും. ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും അങ്ങനെ സംഗതിയേ ഇല്ല എന്ന് തോന്നും. അതിൽ അദ്ദേഹം പറയണത് ഒന്ന് ജദ്ദിൽ ഹസനൈൻ, 2 ഹസന്മാരുടെ, അത് ഹസൻ്റെയും ഹുസൈൻ്റെയും പിന്നെ പിതാമഹൻ. ഇത് യഥാർത്ഥത്തിൽ സുന്നികളുടേതായിട്ടുള്ളൊരു പ്രയോഗമാണെന്ന് പറയാനും പറ്റില്ല. ഹസൻ്റെയും ഹുസൈൻ്റെയും പിതാമഹനാണുള്ളത് ശരിയാണ്. പക്ഷേ സലാത്തിൽ അങ്ങനെ ഒരു ഭാഗം കൂട്ടിച്ചേർക്കാനുള്ളത് സാധാരണഗതിയിൽ അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ ചെയ്യണമല്ല.
ചില കാഴ്ചപ്പാടുകളോട് താതാത്മ്യം പുലർത്തുന്ന ചില സുന്നി മൗലവിമാരൊക്കെ ചെയ്യുന്നത് ശരിയാണ്. മറ്റൊന്നുള്ളത് ബിബുൽ ദബീഹൈ എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ ദബീഹൈനി? രണ്ട് ബലി നൽകപ്പെട്ട രണ്ട് വ്യക്തികൾ. ആരാണത്? അത് ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ നബിയാണ്. ഇസ്മായിൽ നബിയുടെ ബലി നടന്നിട്ടില്ല എന്നാണ്. അങ്ങനെ ബലി തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനോട് പറഞ്ഞിട്ടുമില്ല, അവരങ്ങനെ ഒരു സംഗതിക്ക് പോയിട്ടുമില്ല എന്നാണ് മുസ്തഫയുടെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഇന്നി അറാഫിൽ മനാമി അന്നി അത് ഭാഗക്ക മോനെ നിന്നെ ബലി നൽകണമെന്ന് എനിക്ക് സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഈ സ്വപ്നദർശനം എന്ന് പറയുന്നത് സാധാരണ ഏത് രക്ഷിതാവും തൻ്റെ മകനെ സംബന്ധിച്ചോ മറ്റോ ഒക്കെ എനിക്കങ്ങനെ സ്വപ്നമുണ്ട് എന്ന് പറയുന്നത് പോലുള്ള പറച്ചിലാണെന്നും തൻ്റെ ഈ മാർഗം പിന്തുടർന്നുകൊണ്ട് തൻ്റെ മകൻ ഇസ്മായിലും നല്ലൊരു പ്രബോധകനൊക്കെ ആയിട്ട് മാറണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അതിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രകടിപ്പിക്കുന്നതെന്നൊക്കെയാണ് മുസ്തഫയുടെ പക്ഷം. അതുകൊണ്ട് അദ്ദേഹം ഈ നിയദ്ബഹുക്കഫിൽ മനാമി എന്നുള്ളത് വലമ്മാ തല്ലഹൂലിൽ ജബീൻ എന്ന് പറയുന്നതിനൊക്കെ ഭാഷയ്ക്ക് പോലും പരിചയമില്ലാത്ത അർത്ഥങ്ങൾ നൽകിയിട്ടാണ് അദ്ദേഹം അതിനെ തെറ്റായിട്ട് അർത്ഥകൽപ്പന നൽകി ദുർവ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദബീഹിനെ പറ്റി പിന്നെ എന്തിനു പറയണം? ഇവിടെ ദബീഹ് പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ലല്ലോ. അതോ ഈ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുള്ള ആളുടെ മകൻ എന്നതാണോ? അതേപോലെ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയാണ് മറ്റൊരു ദബീഹ്. അത് മറ്റേതിനേക്കാൾ വലിയ കെട്ടുകഥ കാണാൻ സാധ്യത. കാരണം അത് ചരിത്രത്തിൽ ഉദ്ധരിച്ചു വന്നാണ്, ഖുർആനിൽ എവിടെയും കാണൂല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച നേർന്നു. പിന്നെ സംസം കിണർ കുഴിച്ചുണ്ടാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ താൻ വിജയിക്കുകയാണെങ്കിൽ തൻ്റെ ഒരു മകനെ, ഇഷ്ടപ്പെട്ട മകനെ ബലി നൽകുന്നു. അങ്ങനെ സംസാരം കുഴിച്ചു അതൊക്കെ പൂർത്തിയായപ്പം വെള്ളമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ബലി നൽകാൻ തയ്യാറായി. അപ്പോൾ നറുക്കിട്ട് നോക്കുമ്പോൾ അബ്ദുള്ളയുടെ നറുക്കാണ് വരുന്നത്. അപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തിന് പിന്നെ അതിന് തടസ്സം നിന്നു, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം ഒട്ടകത്തെ നറുക്കിട്ടു. അബ്ദുള്ളൻ്റെ പേരെഴുതിയിട്ട് ഒരു നറുക്കും ഒട്ടകത്തിൻ്റെ പേരെഴുതിയിട്ട് നറുക്കും. അങ്ങനെ നറുക്കിട്ട് അവസാനം ഒരെണ്ണത്തിലെത്തിയപ്പോൾ ഒട്ടകത്തിന് നറുക്ക് വീണു. അതായത് ഒട്ടകത്തിന് അർത്ഥോടാനുള്ള അനുവാദം എന്നുള്ളവർക്ക്. ആ പേരിലാണ് അബ്ദുള്ളയെ ദബീഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ മറ്റേതിനേക്കാൾ കെട്ടുകഥയാവാനുള്ള സാധ്യത കാരണം ചരിത്രത്തിലുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കോപ്രായങ്ങൾ യഥാർത്ഥത്തിൽ മുസ്തഫ എന്തിനാണ് കാണിക്കണമെന്ന് ചോദിച്ചാൽ, മുസ്തഫയ്ക്ക് തൻ്റെ അനുയായികളെ പിടിച്ചിട്ടുണ്ട് ഒന്നതാണ്. രണ്ടാമത്തേത് ഇസ്ലാം എന്ന് പറയുന്നത് ഒന്നുമല്ല, അത് വെറുതെ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പുറത്ത് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. ഇത് നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ബന്ധം ആരുമായിട്ടാണെന്ന് പരിശോധിച്ചാലും നമുക്കിത് ബോധ്യമാവും. അദ്ദേഹത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത് നാസ്തികന്മാർ, അതുപോലെ തന്നെ ഇസ്ലാമിനെ അവഹേളിച്ച് സംസാരിക്കുന്ന ജബ്ബാർ ലിയാഖത്ത് പോലുള്ള ആരിഫ് ഹുസൈൻ പോലുള്ള ആളുകളുമായിട്ട്, അതുപോലെ സംഘികളും ക്രിസംഘികളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം. ഏതൊക്കെ നിലക്ക് ഇസ്ലാമിനെ ഇകഴ്ത്താനും തള്ളിപ്പറയാനും ആളുകൾ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം കൂട്ടുപിടിക്കുകയും ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് അദ്ദേഹത്തിന് ബന്ധമില്ല, അവരെ അകറ്റി നിർത്തുന്നു എന്ന് മാത്രമല്ല അവരെയൊക്കെ പുരോഹിതന്മാരും മറ്റുമായിട്ട് തെറിയഭിഷേകം ചെയ്യുന്ന ഒരു രീതിയാണ് മുസ്തഫ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പോക്ക്, ഈ കോപ്രായം കാണിക്കൽ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ചേകനൂരിയൻ പിന്നെ സിദ്ധാന്തമാണ്. അത് പക്ഷേ അദ്ദേഹത്തിന് തുറന്നു പറയാൻ സമയമായിട്ടില്ല. അത് ആവുമ്പോൾ അദ്ദേഹം തുറന്നു പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.